അത് കഴിഞ്ഞിട്ട് വരുന്നത് തിലക് വർമ്മയാണ്. ഇന്ത്യൻ ടീമിന് ഇപ്പോൾ വേണ്ട ഒരു താരമാണ് തിലക് വർമ്മ. ഒരേ സമയം ഇവരെ പോലെ അടിച്ചു കയറാനും ടഫ് കണ്ടീഷനിൽ നിന്ന് കളിച്ച് ടീമിനെ ജയിപ്പിക്കാനും അയാൾക്ക് സാധിക്കും. ഏഷ്യ കപ്പ് ഫൈനലൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുള്ളതല്ലേ. അത് കഴിഞ്ഞാൽ വരുന്നത് സൂര്യകുമാർ യാദവ് ആണ്. തന്റെ മോശം ഫോമിന് മാൻ ഓഫ് ദ മാച്ച് സീരിയസ് ആയിട്ടാണ് സൂര്യ മറുപടി തന്നത്. തന്റെ ക്ലാസ് എവിടെയും പോയിട്ടില്ലെന്നയാൾ തെളിയിക്കുകയാണ്. പിന്നെയാകട്ടെ ഹാർദിക് പാണ്ഡ്യയും. അയാളുടെ ക്ലച്ചൊക്കെ ഗുഡാണ്. ഏതൊരു ബൗളറും അയാൾക്കെതിരെ പേടിച്ചു പോകും. ഏതൊരു ബോളും സിക്സ് പായിക്കാനുള്ള കഴിവും അയാൾക്കുണ്ട്. അത് കഴിഞ്ഞാൽ ദുബൈയാണ്. അയാളുടെ സ്ട്രെങ്ത് നമ്മൾ ആ ന്യൂസിലാൻഡ് സീരീസിൽ മുഴുവൻ കണ്ടതല്ലേ. റൺഔട്ട് ആയില്ലായിരുന്നുവെങ്കിൽ അന്നൊറ്റക്ക് അയാൾ നമ്മുടെ കളി ജയിപ്പിച്ചേനെ. സ്പിൻ വന്നാൽ പിന്നെ സിക്സ് മഴ പെയ്യിപ്പിക്കും അയാൾ. എന്നാൽ അവിടം കൊണ്ടൊന്നും കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട. ശേഷം വരുന്നത് റിങ്കു ആണ്. എപ്പിക് ഫിനിഷറാണ് റിങ്കു. പിന്നെയും ബാറ്റ് വീശാൻ കഴിയുന്ന ഒരു അക്സർ പട്ടേലുണ്ട്, അർഷിദ് റാണയുമുണ്ട്. അങ്ങനെ ഒരു പറ്റം പേരാണ് നിലവിൽ ഈ ടീമിലുള്ളത്. ഇതിൽ ഒരാൾ കളിച്ചില്ലെങ്കിൽ പോലും മറ്റൊരാൾ കളിക്കുമെന്ന ഉറപ്പ് തന്നെയാണ് ഇന്ന് ഈ ടീമിന്റെ പ്രധാന ശക്തി. എന്തായാലും എതിരാളികളൊന്ന് പേടിക്കേണ്ടി വരും. അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വരും. ഇജാതി ബാറ്റിംഗ് ആണിത്.